പോലീസ് അതിക്രമങ്ങളുടെ കഥകൾ ഓരോ ദിനവും പുറത്തുവരുന്ന ഈ കാലത്ത് പോലീസിന്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം എന്നുള്ളതിൽ പുറത്തിറങ്ങിയ ഉത്തരവിനെ പറ്റി എത്ര പേർക്കറിയാം? ജനങ്ങളുടെ കാര്യം പോട്ടെ, പോലീസിൽ തന്നെ ഇങ്ങനെയൊരു ഉത്തരവിനെ പറ്റി അറിവുണ്ടോ എന്നത് സംശയമാണ്. 2017 ഹൈക്കോടതിയിലെത്തിയ റിട്ട് പെറ്റീഷനാണ് പോലീസിന്റെ പൊതുജനങ്ങളോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കണമെന്ന ഉത്തരവിന് ആധാരം. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് വ്യവസായി സിദ്ദിഖ് ബാബുവിനും കുടുംബത്തിനും നേരിട്ട ദുരനുഭവമാണ് തുടക്കം. അന്ന് സ്റ്റേഷനിലെത്തിയ അദ്ദേഹത്തെയും ഭാര്യയോടും വളരെ മോശമായി അന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടർ പെരുമാറുകയും അടിക്കാനായി ആഞ്ഞെടുക്കുകയും അസഭ്യവർഷം നടത്തുകയും ചെയ്തു. സിദ്ദിഖ് ബാബുവിൻ്റെ മകൻ മൊബൈൽ ഫോണിൽ ഓഡിയോ റെക്കോർഡ് ചെയ്യുകയും ആ തെളിവുമായിട്ടാണ് അന്ന് കേരള ഹൈക്കോടതിയിലേക്ക് റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത്. ഒരു വർഷത്തിനപ്പുറം 2018 നവംബർ 2 ഹൈക്കോടതി ഉത്തരവ് വന്നു. അതിരുവിട്ട പ്രകോപന സാഹചര്യത്തിലും പോലീസ് ജനങ്ങളോട് മാന്യമായി പെരുമാറണം, സഭ്യമായ ഭാഷ ഉപയോഗിക്കണം. കൂടാതെ പോലീസ് സേന ഒരു പ്രൊഫഷണൽ ഫോഴ്സ് ആണെന്നും ഉത്തരവിൽ പറയുന്നു. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ 2018 നവംബർ 30 അന്നത്തെ DGP ലോക്നാഥ് ബെഹ്റ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി എക്സിക്യൂട്ടീവ് സർക്കുലർ ഇറക്കി. സംസ്ഥാനത്തെ പോലീസ് സേനയിൽ വലുപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരും ഇത് പാലിക്കണമെന്നും ഇതിനായി SI മുതൽ മുകളിലോട്ടുള്ള ഓഫീസർമാർക്ക് പ്രത്യേക പരിശീലനം നൽകാനും അന്നത്തെ ഉത്തരവിലുണ്ട്. എന്നാൽ ഈ ഉത്തരവ് നിലനിൽക്കെയാണ് ഒന്നിനു പിറകെ ഓരോന്നായി പോലീസിന്റെ പരാക്രമങ്ങളുടെ പരാതികൾ പുറത്തുവരുന്നത്.